എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ന് നടന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ലിസൺ ആൻഡ് ഡ്രോ ആദ്യത്തെ ആക്ടിവിറ്റി വരയ്ക്കാനാണ്. പിന്നെ റീഡ് ആൻഡ് കോംപ്രിഹെൻഡ് വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. പിന്നെ വന്ന പ്രവർത്തനം ഡിസ്ക്രിപ്ഷനാണ്. പിന്നെ ഒരു കോൺവെർസേഷൻ സംഭാഷണമുണ്ട്, തോട്ട്സ് ഉണ്ട്, പസിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യമൊക്കെ ഒന്ന് നോക്കാം. ഉത്തരവും ഇതിൽ പറയുന്നുണ്ട്. ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ഡ്രോ. സാഷാസ് ഫാദർ ഈസ് ബിസി ഇൻ ദ കിച്ചൺ. സാഷയുടെ ഫാദർ എവിടെയാണ്? കിച്ചണിലാണ്. കിച്ചണിൽ എന്തൊക്കെയോ വർക്കാണ്. ബിസി ഇൻ ദ കിച്ചൺ. കംപ്ലീറ്റ് ദ പിക്ചർ ആഫ്റ്റർ ലിസണിങ് ടു യുവർ ടീച്ചർ. അപ്പോൾ ടീച്ചർ പറയുന്നതിനനുസരിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടാവും, അതേപോലെ തന്നെ പിക്ചർ കളർ കൊടുക്കാനും ഉണ്ടാവും. ഓക്കെ, ഇനി രണ്ടാമത്തേത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡ് ആൻഡ് കോംപ്രിഹെൻഡ് ആണ്. അതായത് വായിക്കുക, എന്നിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക. അപ്പോൾ റീഡ് ദി സ്റ്റോറി ഗിവൺ ബിലോ. ടോം അതേപോലെ തന്നെ നിള, മിതു, സലീം ആൻഡ് രാജ് ഇവർ ഫ്രണ്ട്സ്. ഇവരൊക്കെ ആരായിരുന്നു? ഇവരൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. വൺ ഡേ, ഒരു ദിവസം അവരെങ്ങോട്ട് പോയി? ദേ വെൻറ്റ് ഫോർ എ ഫീൽഡ് ട്രിപ്പ്. ഒരു ഫീൽഡിലേക്ക് അവർ പോയി വിത്ത് ദെയർ ടീച്ചർ. ആരെ കൂടെ ഉണ്ടായിരുന്നത്? ടീച്ചറായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അറ്റ് ലഞ്ച് ടൈം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഭക്ഷണ സമയം, ഉച്ചഭക്ഷണ സമയം. ടോം ഓപ്പൺഡ് ഹിസ് ബാഗ്. ടോം അവൻ്റെ ബാഗ് തുറന്നു. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ഓ ഐ ഫോർഗോട്ട് മൈ ലഞ്ച് ബോക്സ്. ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് മറന്നുപോയി. ഫോർഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മറന്നു പോവുക. മിതു ഹിയർഡ് ദിസ്. അപ്പോൾ ആരിത് കേട്ടു? മിതു കേട്ടു. ഷീ റാൻ ടുവേർഡ്സ് ഹെർ ഫ്രണ്ട്സ് ആൻഡ് ടോൾഡ് ദം. അവൾ വേഗം അവളെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്നിട്ട് അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ദേ ക്വിക്ക്ലി കെയിം അപ്പ്. അവരെല്ലാവരും ഓടി വന്നു. വിത്ത് എ പ്ലാൻ. അവരെല്ലാവരും ഒരു പ്ലാനുമായിട്ട് ഓടി വന്നു. മിതു ഓപ്പൺഡ് ഹെർ ലഞ്ച് ബോക്സ്. മിതു അവളുടെ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്തു. ആൻഡ് ടുക്ക് ഹാഫ് ഓഫ് ഹെർ ലഞ്ച് ആൻഡ് സെഡ്. എന്നിട്ട് പകുതി എടുത്തിട്ട് പറഞ്ഞു, ഹിയർ ടോം യു ക്യാൻ ഹാവ് എ പാർട്ട് ഓഫ് മൈ ലഞ്ച്. ഇതാ ടോമേ, എൻ്റെ ലഞ്ചിൻ്റെ ഒരു പകുതി ഭാഗം നീ കഴിച്ചോ. നില ടുക്ക് ഔട്ട് ആൻ ആപ്പിൾ. അപ്പോൾ എന്താ ചെയ്തത്? നില ഒരു ആപ്പിൾ കൊണ്ടുവന്നു. ആൻഡ് ഓഫേർഡ് ദാറ്റ് ടു ടോമിന് കൊടുത്തു. യു ക്യാൻ ഹാവ് ദീസ് ടു. നിനക്ക് ഇതും കഴിക്കാം. ഷീ സെഡ്. സലീം ആൻഡ് രാജ് ഷെയർ ദെയർ കുക്കീസ് ആൻഡ് കേക്ക്സ്. പിന്നെ സലീമും രാജും അവരുടെ കുക്കീസും കേക്ക്സും ഒക്കെ ഷെയർ ചെയ്തു. ടോം വാസ് ഹാപ്പി. ടോമിന് ഭയങ്കര സന്തോഷമായി. അറ്റ് ദ കൈൻഡ്നെസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ആ ഫ്രണ്ട്സിൻ്റെ ആ ഒരു കൈൻഡ്നെസ്, ആ ദയ അവനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു എവരി വൺ. എല്ലാവരോടും താങ്ക്സ്. ദേ ഓൾ സാറ്റ് ടുഗദർ. അവരെല്ലാവരും ഒന്നിച്ചിരുന്നു. ആൻഡ് എൻജോയ്ഡ് ദെയർ ലഞ്ച്. അവരുടെ ലഞ്ച് എൻജോയ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഓൾ ഓഫ് ദം വെൻറ്റ് ടു മിതുസ് ഹൗസ്. അതിനുശേഷം അവരെല്ലാം എവിടെ പോയി? മിതുവിൻ്റെ വീട്ടിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോംപ്രിഹെൻഷൻ. ഇനി നമുക്ക് ചോദ്യം ഒന്ന് നോക്കിയാലോ. ചോദ്യം ഏതാണ്? ആദ്യത്തെ ചോദ്യം വന്നിരുന്നത് ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്. ടോമിൻ്റെ ഫ്രണ്ട്സും എങ്ങോട്ടാണ് പോയത്? മൂവിക്കാണോ? ഫോർ എ മൂവി അല്ല. ഫോർ എ വർക്ക്, ഒരു നടത്തത്തിനാണോ? അല്ല. ഫോർ എ ഫീൽഡ് ട്രിപ്പിനാണ് പോയത്. അപ്പോൾ 3ാമത്തെ ഓപ്ഷനാണ് ശരി. ഇനി അടുത്തത് ഹൂ ഫോർഗോട്ട് ടു ടേക്ക് ദ ലഞ്ച് ബോക്സ്. ആരാ മറന്നത്? ലഞ്ച് ബോക്സ് എടുക്കുക ആരാ മറന്നത്? മിതു ആണോ? ടോമാണോ? ടീച്ചറാണോ? സലീമാണോ? അപ്പോൾ 2ാമത്തെ ഓപ്ഷൻ ടോമാണ് എന്ത് മറന്നത്? ലഞ്ച് ബോക്സ് മറന്നത്. ഇനി 3ാമത്തെ ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഐഡിയ എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്ന ഒരു വേർഡ് ഉണ്ട്. അത് ഈ 4 ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. പ്ലാൻ ആണോ? കൈൻഡ്നെസ് ആണോ? ലഞ്ചാണോ? കുക്കീസാണോ? അപ്പോൾ നമുക്കറിയാം ഐഡിയ എന്നതിൻ്റെ അർത്ഥം വരുന്നത് എന്താണ്? പ്ലാൻ. നമ്മുടെ ആദ്യത്തെ ഓപ്ഷനാണ് ശരി. അടുത്ത 4ാമത്തെ ചോദ്യം എന്താണ്? വൈ വാസ് ടോം ഹാപ്പി. അത് നമ്മൾ എഴുതേണ്ടതാണ്. അപ്പം വൈ വാസ് ടോം ഹാപ്പി ഇത് എവിടെയാണുള്ളത്? ഇതിൻ്റെ ഉത്തരം എവിടെയാണുള്ളത്? നമുക്കൊന്ന് തപ്പി നോക്കിയാലോ. യെസ്, വൈ വാസ് ടോം ഹാപ്പി. ആൻസർ എവിടെയാണ്? അതാ, ടോം വാസ് ഹാപ്പി അറ്റ് ദ കൈൻഡ്നെസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അപ്പം കൂട്ടുകാർ എന്താ ചെയ്യേണ്ടത്? ഈ വേർഡ് അങ്ങോട്ട് എഴുതണം. ടോം വാസ് ഹാപ്പി അറ്റ് ദ കൈൻഡ്നെസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 2ാമത്തെ ചോദ്യമാണ് റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. എന്തെങ്കിലും ഒരു നല്ലൊരു ടൈറ്റിൽ എന്താണ് നമ്മൾ എഴുതുക? ഷെയറിങ് ഫ്രണ്ട്സ് എന്ന് എഴുതാം നമുക്ക്. ഷെയറിങ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ഗുഡ് ഫ്രണ്ട്സ്, ഷെയറിങ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഗുഡ് ഫ്രണ്ട്സ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ എഴുതാം. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഓക്കെ, ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ,
ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് മിഥുസ് ഹൗസ്. അവരെവിടെ എത്തി? മിഥുവിൻ്റെ വീട്ടിലെത്തി. മിഥുസ് മദർ ആൻഡ് ഫാദർ വേർ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ. മിഥുവിൻ്റെ അച്ഛനും അമ്മയും എവിടെയാണ്? വെജിറ്റബിൾ ഗാർഡനാണ്. ദേ ഗേവ് എ വാം വെൽക്കം ടു ഓൾ ഓഫ് ദം. അവർ നല്ലൊരു വെൽക്കം കൊടുത്തു. ഡിസ്ക്രൈബ് ദ പിക്ചർ. ഈ പിക്ചർ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ അറ്റ് മിഥുസ് ഹൗസ്. ടോമിൻ്റെ ഫ്രണ്ട്സ് എവിടെയാണ്? മിഥുവിൻ്റെ വീട്ടിലാണ്. മിഥുസ് പാരൻസ് ആർ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ. എവിടെയാണുള്ളത്? വെജിറ്റബിൾ ഗാർഡനിലാണ്. ദേ ആർ സ്മൈലിംഗ്. അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വെൽക്കമിങ് ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. ടോമിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ വെൽക്കം ചെയ്തു. ദ ഗാർഡൻ ഈസ് ഫുൾ ഓഫ് ഗ്രീൻ പ്ലാന്റ്സ്. ഗാർഡനിൽ എന്താ ഉള്ളത്? ഗ്രീൻ പ്ലാന്റ്സ്, നല്ല പച്ച ഇലകളുള്ള നല്ല പ്ലാന്റ്സും ആൻഡ് കളർഫുൾ വെജിറ്റബിൾസും ആണുള്ളത്. മിഥു ഈസ് വിത്ത് ടോം ലുക്കിംഗ് ഹാപ്പി. മിഥു എന്താണ്? വളരെ ഹാപ്പിയാണ്. എവരി വൺ ലുക്സ് ഫ്രണ്ട്ലി ആൻഡ് എക്സൈറ്റഡ്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പോൾ അത്രയും നമുക്ക് എഴുതാം. പിന്നെ അടുത്തത് കോൺവെർസേഷനാണ്. എന്താണ്? സാഷ ആൻഡ് നവീൻ ടോൾഡ് അനുപമ ടീച്ചർ എബൌട്ട് കവിത. സാഷയും നവീനും അനുപമ ടീച്ചറോട് എന്താ പറഞ്ഞത്? ആരെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്? കവിതനെ കുറിച്ച് പറഞ്ഞു. ഷീ ഡിസൈഡഡ് ടു വിസിറ്റ് കവിതാസ് ഹൗസ്. അപ്പോൾ അവർ കവിതയുടെ വീട്ടിലൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഡേ അനുപമ ടീച്ചർ വെൻറ്റ് ടു കവിതാസ് ഹൗസ്. അങ്ങനെ അടുത്ത ദിവസം കവിതൻ്റെ വീട്ടിലേക്ക് പോയി. ടീച്ചർ ടോക്ക്ഡ് ടു കവിതാസ് മദർ എബൌട്ട് സെൻഡിങ് ഹെർ സ്കൂൾ. അപ്പോൾ അവളെ വീട്ടിലേക്ക്, അവളുടെ സ്കൂളിലേക്ക് അയക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്തത്? വാട്ട് വിൽ ബി ദ കോൺവെർസേഷൻ. അവർ തമ്മിൽ സംഭാഷണം നടത്തി. അതെന്തായിരിക്കും എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ടീച്ചർക്ക് ആർ യു കവിതാസ് മദർ? താങ്കൾ കവിതയുടെ അമ്മയാണോ? അപ്പം മദർ പറയാം യേസ് ഐ ആം. ഞാനാണ്. ടീച്ചർ ഐ ആം അനുപമ. ഐ ആം എ ടീച്ചർ. എൻ്റെ പേര് അനുപമ എന്നാണ്, ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹലോ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. പിന്നെ ടീച്ചർ പറയാണ് കവിത ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ. വൈ? കവിത സ്കൂളിലൊന്നും പോകുന്നില്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അമ്മ പറയും ഷീ ഹെൽപ്സ് മീ. അവൾ എന്നെ സഹായിക്കുകയാണ്. അപ്പോൾ ടീച്ചർ ചോദിക്കും ഡസ് ഷീ ലൈക്ക് ടു ഗോ ടു സ്കൂൾ? അവൾക്ക് ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ. അപ്പോൾ ടീച്ചർ മദർ പറഞ്ഞു യെസ് ഷീ ലൈക്സ്. അവൾക്ക് ഇഷ്ടമാണെന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു കവിത ക്യാൻ സ്റ്റാർട്ട് സ്കൂൾ ടുമോറോ. കവിതക്ക് നാളെ മുതൽ സ്കൂളിൽ വരാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ആക്ടിവിറ്റി ഒരു തോട്ടാണ്. എന്താണ്? കവിത ബാഗൊക്കെ പിടിച്ച് നിൽക്കുക അല്ലേ. കവിത ഈസ് റെഡി ടു ഗോ ടു സ്കൂൾ. അവൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഷീ ഈസ് സോ എക്സൈറ്റഡ്. അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ സാഷ ആൻഡ് നവീൻ. അവർ ആരെ കാത്തിരിക്കുകയാണ്? സാഷയെയും നവീനെയും കാത്തിക്കാണ്. വാട്ട് വിൽ ബി ഹെർ തോട്ട്സ്? അവൾ എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും? എന്തൊക്കെ? ഐ ആം ഫൈനലി ഗോയിങ് ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോവാണ്. ഐ ആം സോ എക്സൈറ്റഡ്, അല്ലെങ്കിൽ ഐ ആം സോ ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ടു ലേൺ ആൻഡ് മേക്ക് ന്യൂ ഫ്രണ്ട്സ്. എനിക്ക് പഠിക്കാം, എനിക്ക് പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കാം. ഐ ഹോപ്പ് സാഷ ആൻഡ് നവീൻ ആർ കമ്മിങ് ടു പിക്ക് മീ അപ്പ് സൂൺ. നവീനും സാഷ എന്നെ കൂട്ടാൻ വരും. ടു പിക്ക് മീ അപ്പ്. ഐ വണ്ടർ വാട്ട് സ്കൂൾ വിൽ ബി ലൈക്ക്. എനിക്ക് അത്ഭുതമാവുന്നു, എന്തായിരിക്കും സ്കൂളെന്ന് ആലോചിച്ച് എനിക്ക് അത്ഭുതമാകുന്നു. ഇനി അടുത്തൊരു പസിലാണ്. ഓക്കെ, ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്. അനുപമ ടീച്ചർ റെസ്റ്റ് ടു കവിതാസ് ഹൗസ്. ദർ വാസ് നോബഡി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. ഷീ ഹിയർ സ്വീറ്റ് ലുല്ലബി ഫ്രം ഇൻസൈഡ്. അപ്പം ഭയങ്കര ലേറ്റായി. അനുപമ ടീച്ചർ റെസ്റ്റ് ടു കവിതാസ് ഹൗസ്. അനുപമയുടെ ടീച്ചർ കവിതൻ്റെ വീട്ടിലെത്തി. ദർ വാസ് നോബഡി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. ഹൗസിൻ്റെ മുന്നിൽ ആരുണ്ടായിരുന്നു? ഷീ ഹീഡ് എ സ്വീറ്റ് ലുല്ലബി. ഒരു നല്ലൊരു താരാട്ട് പാട്ട് കേട്ടു. ഷീ പീപ്ഡ് ടു ദ ഹൗസ്. അങ്ങനെ അങ്ങോട്ട് എത്തി നോക്കിയപ്പോൾ ഷീ സോ കവിത സിംഗിങ് ഇൻ എ സ്വീറ്റ് ടെൻഡർ നോയ്സ്. അപ്പോൾ കവിത പാട്ട് പാടുകയാണ്. നൈസ് സോങ് ഷീ മർമേർഡ്. നല്ല രസമുള്ള സോങ്. കവിത സോ അനുപമ ടീച്ചർ ഷീ വാസ് സർപ്രൈസ്ഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പസിലുണ്ട് കേട്ടോ. പസിൽ എന്താണ്? നമുക്ക് ക്രാഡിൽ സോങ്ങിന് എന്താ പറയുക? ക്രാഡിൽ സോങ്ങിന് നമ്മൾ എന്താ പറയുക? ലുല്ലബി. ഓക്കെ, ക്രാഡിൽ സോങ്ങിന് അത് നമുക്ക് എഴുതാം. പിന്നെ സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് നോയ്സ്. ചെറിയ ശബ്ദത്തിൽ പറയുന്നത് എന്തിനാണ്? അതിനെ നമ്മളിവിടെ ഒന്ന് പഠിച്ചല്ലോ. എന്താണ്? മർമേർഡ്. സീക്രറ്റ്ലി ഒളിച്ചു നോക്കുക. അതിനെന്താ പറയുക? പീപ്ഡ്. അതായത് പീപ്ഡ്. ഓക്കെ, ടു മൂവ് ക്വിക്ക്ലി. പെട്ടെന്ന് പോകുന്നതിന് എന്താ പറയുക? ടു മൂവ് ക്വിക്ക്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റെസ്റ്റ്. ഇതാണ് റെസ്റ്റ്. അപ്പോൾ ഇത് കിട്ടിയല്ലോ. ഇനി സീ ഓർ ഫീൽ സംതിങ് അൺഎക്സ്പെക്റ്റഡ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്നതിന് നമ്മൾ എന്താ പറയുക? സർപ്രൈസ് അല്ലേ. പിന്നെ സോഫ്റ്റിന് എന്താണ് പറയുക? ടെൻഡർ.